പ്രണയതീരം ഭാഗം 6. രചനാ സംഭാഷണം രുദ്രപ്രിയ. റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ദേവ തിരിഞ്ഞു നിന്ന് ഇടുപ്പിൽ കൈവച്ച് രുദ്രനെ നോക്കി. രുദ്രൻ ദേവയെ നോക്കി മീശ പിരിച്ചു. ഡി, ആ ശരത് സാർ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കുമോ? ദേവ രുദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് നെഞ്ചിൽ ചാരി നിന്നു. എൻ്റെ മനസ്സിൽ ദേവേട്ടൻ മാത്രമേ ഉള്ളൂ. ദേവ രുദ്രൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് പിടിച്ച് കറക്കി. അതെ ദേവേട്ട, മൃദുല മിസ്സുമായി ദേവേട്ടൻ വലിയ കൂട്ടൊന്നും പഠിക്കണ്ട കേട്ടോ. രുദ്രൻ ഒറ്റ പുരുകമുയർത്തി പെണ്ണിനെ നോക്കി. കുശുമ്പി, ആ പെണ്ണ് പാവമാ കൊച്ചേ. എന്നാലും ആ മിസ് ദേവേട്ടനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോ കുശുമ്പ്. സംശയമുണ്ടോ പ്രിയ, ഞാൻ നിന്നെ വിട്ടുപോകുമെന്ന്? രുദ്രന് ചോദിക്കാതിരിക്കാനായില്ല. എനിക്ക് വിശ്വാസമാണ് മറ്റെന്തിനേക്കാളും ദേവേട്ടനെ. പറഞ്ഞു തീർന്നതും ദേവരുദ്രൻ്റെ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. രുദ്രൻ ഷോക്കടിച്ച കാക്കയെ പോലെ തറഞ്ഞു നിന്നു. പതിയെ ചുണ്ടിൽ തൊട്ട് പെണ്ണിൻ്റെ ചുണ്ടിലെ തണുപ്പ്. രുദ്രൻ ഒന്ന് ചിരിച്ചു. ക്ലാസ് റൂമിൽ നിന്നും ദേവ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരത് സാർ പിന്തിരിഞ്ഞ് അവളെ വിളിച്ചു. ദേവപ്രിയ, പ്ലീസ് കം. ദേവ ഗോപുവിനെ നോക്കി. ഗോപു പോകാൻ കണ്ണ് ചിമ്മി അനുവാദം കൊടുത്തതും ദേവ പതിയെ പുറത്തേക്കിറങ്ങി സാറിൻ്റെ പിന്നാലെ നീങ്ങി. ക്ലാസ്സിലെ കുട്ടികൾ ദേവയെ തന്നെ നോക്കിയിരിപ്പാണ്. ശരത് ദേവയുമായി ലൈബ്രറിയുടെ ഭാഗത്തേക്ക് നീങ്ങി. എന്തിനാ സാർ വിളിച്ചത്? പരിഭ്രമം ഉള്ളിലൊതുക്കിയ ദേവ ചോദിച്ചു. എനിക്ക് ദേവപ്രിയയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നുള്ള മട്ടിൽ അവൾ അയാളെ നോക്കി. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇപ്പോഴല്ല, വളരെ മുൻപേ, ആദ്യം കണ്ടപ്പോൾ തന്നെ. പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. തനിക്കെന്നെ ഇഷ്ടമാണോ? സഹതാപം കൊണ്ടല്ലടോ, ശരിക്കും ഇഷ്ടമായിട്ടാം. പറയുമ്പോൾ സാർ, എൻ്റെ വിവാഹം മറ്റൊരാളുമായി തീരുമാനിച്ചിരിക്കുകയാണ്. കോഴ്സ് കഴിഞ്ഞ് നടത്താനുള്ള തീരുമാനത്തിലാണ്. കേട്ടത് വിശ്വസിക്കാനാകാതെ ശരത്ത് തറഞ്ഞു നിന്നു. സോറി. ദേവ ക്ലാസ്സിലേക്ക് പോയി. ഡി, എന്തായി? അയാൾ ഏട്ടൻ്റെ കൈക്ക് പണി കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? ഗോപുവിന് ആകാംക്ഷ അടക്കാനായില്ല. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എൻ്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണെന്ന്. കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും. ദേവേട്ടനാണെന്ന് പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അസൈൻമെൻറ്റും സെമിനാറും ഒക്കെയായി വല്ലാത്ത തിരക്കായിരുന്നു. ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഗോപു പിറുപിറുത്തു. പെട്ടെന്നാണ് കുട്ടികളുടെ ബഹളം കേട്ടത്. എന്താണെന്ന് അന്വേഷിക്കാം. ക്ലാസ്സിൽ നിന്നും കുട്ടികൾ ഇറങ്ങി ഓട്ടമാണ്. കൂടെ തന്നെ ദേവയും ഗോപുവും. ആരൊക്കെയോ 4-5 കുട്ടികൾ ആടി ആടി ഹോക്കി സ്റ്റിക്കുമായി നിൽക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് എങ്ങനെ അറിയും? ഗോപുവും ദേവയും തിക്കി തിരക്കി ഏതാണ്ട് മുന്നിലെത്തി. അടുത്തുനിന്ന് കുട്ടിയോട് കാര്യം തിരക്കി. ആ ഫ്രെഡിയുടെയും ഡെറിക്കിൻ്റെയും ഗ്യാങ്ങിലുള്ളവരാണ്. കഞ്ചാവ് കേസാണ്. എവിടെ നിന്നോ കിട്ടിയത് വലിച്ചു കയറ്റിയിട്ടുള്ള അഭ്യാസം. പ്രിൻസിയെ അറിയിക്കാൻ ആൾ പോയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകും. എന്നിട്ട് കാണാനില്ലല്ലോ അവന്മാരുടെ ലീഡർ ഡെറിക്കിനെയും ഫ്രെഡിയെയും. അവന്മാർ മുങ്ങി. ഇതും കൂടി എത്രാമത്തെ തവണയാണ് സസ്പെൻഷൻ കൊടുത്ത് വിടുന്നത്? പണച്ചാക്കിൻ്റെ മക്കളായതിൻ്റെ ഹുങ്ക് അല്ലാതെ. പണി വാങ്ങാൻ ഇവനെ പോലെയുള്ളവന്മാരും. പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ ഹോക്കി സ്റ്റിക്കുമായി നിന്നവൻ അടുത്തുനിന്ന് ഒരു കുട്ടിയുടെ തലയിലേക്ക് അടിച്ചു. അടികൊണ്ടവൻ്റെ കൂട്ടുകാർ മറ്റുള്ളവരുമായി അടിച്ചൊതുക്കി. ഒടുവിൽ അതൊരു കൂട്ടത്തല്ലായി മാറി. ഹലോ, ചാക്കിൻ്റെ മക്കളായതിൻ്റെ ഹുങ്ക് അല്ലാതെ. പണി വാങ്ങാൻ ഇവനെ പോലെയുള്ളവന്മാരും. പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ ഹോക്കി സ്റ്റിക്കുമായി നിന്നവൻ അടുത്ത് നിന്ന് ഒരു കുട്ടിയുടെ തലയിൽ അടിച്ചു. അടികൊണ്ടവൻ്റെ കൂട്ടുകാർ മറ്റവന്മാരെ അടിച്ചൊതുക്കി. ഒടുവിൽ അതൊരു കൂട്ടത്തല്ലായി മാറി. ഹലോ രുദ്ര. എന്താ സാർ? പ്രിൻസിപ്പളിൻ്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദത്തിൽ നിന്നും കാര്യത്തിൻ്റെ ഗൗരവം രുദ്രന് മനസ്സിലായി. ഒരു വിധത്തിൽ പ്രിൻസി കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. സാർ, ക്യാമ്പസിൽ പോലീസിന് കയറാൻ ചില പരിമിതികളുണ്ട്. സാർ എന്തായാലും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരണം. ഇപ്പോൾ ഞാൻ എന്തായാലും ഡെറിക്കിനെയും ഫ്രെഡിയെയും ഒന്ന് അന്വേഷിക്കട്ടെ. പ്രിൻസിപ്പളും മറ്റ് ടീച്ചേഴ്സും കോളേജ് യൂണിയനിലെ അംഗങ്ങളും ഒക്കെ ചേർന്ന് ഒരു വിധത്തിലാണ് പിള്ളേരെ ശാന്തരാക്കിയത്. പരിക്കേറ്റ കുട്ടികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ക്യാമ്പസിൽ സംഘർഷം സൃഷ്ടിച്ച 5 പേരെയും അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം കോളേജിൽ സ്ട്രൈക്കായിരുന്നു. കോളേജിന് പിന്നിലുള്ള പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൽ. ഫ്രെഡി, എന്തായാലും നമ്മുടെ ഡീലിങ്സിന് ഒരു മുടക്കവും വരാൻ പാടില്ല. നാളെ തന്നെ അത് നടക്കണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സ്ഥലവും സമയവും. നമ്മൾ തീരുമാനിച്ചത് തന്നെ. അവന്മാരാണ് ഇന്നിപ്പോൾ സീൻ വഷളാക്കിയത്. ഇങ്ങനെ കപ്പാസിറ്റി ഇല്ലാത്തവന്മാർക്ക് ചരക്ക് കൊടുക്കരുത്. ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ക്യാമ്പസിൽ പോലീസ് പെട്ടെന്ന് കയറാത്തത് നമ്മുടെ ഭാഗ്യമായി. പക്ഷെ നമുക്ക് പിന്നിൽ ആരുടെയോ കണ്ണുള്ളതുപോലെ നമ്മുടെ നീക്കങ്ങളാരോ ചോർത്തുന്നതായൊരു സംശയം. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്നും മൊബൈലിലൂടെ കൃത്യമായി പകർത്തി അത് അൺനോൺ നമ്പറിലേക്ക് സെൻഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി മാറി.
കാൽപ്പെരുമാറ്റം കേട്ട് ഫ്രെഡിയും ഡെറിക്കും വരുമ്പോൾ ആരെയും കാണാനും കഴിഞ്ഞില്ല. രുദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. സിദ്ധു നാളെ തന്നെയാണ് അവന്മാർ ഡീലിങ്സ് നടത്തുന്നത്. സ്ഥലം, സമയം ഇത് രണ്ടും നമുക്കിപ്പോഴറിയില്ല. എന്തായാലും സിറ്റിയിലെ ക്രൗഡഡ് പ്ലേസ് എല്ലാം തന്നെ മഫ്റ്റിയിൽ നമ്മുടെ വിശ്വസ്തരുണ്ടാകണം. രാവിലെ മുതൽ തന്നെ കാണണം. എന്നെയും നിന്നെയും മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. രുദ്രൻ വീഡിയോ സിദ്ധുവിനെ കാട്ടി. ഇതൊക്കെ തെളിവാണ്. ഇത്തവണ അവന്മാർ രക്ഷപ്പെടാൻ പാടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണ് ഗോപുവും ദേവയും. അമ്മ, ഇന്ന് കോളേജിൽ സ്ട്രൈക്കാണ്. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഒരു ചെറിയ ഷോപ്പിങ്ങും ഒരു സിനിമ, പിന്നെ ഒരു ഐസ്ക്രീം. അച്ഛൻ ടൂറില്ലല്ലേ? ഏട്ടനാണെങ്കിൽ 2 ദിവസമായി തിരക്കോട് തിരക്ക്. മാലിനി സമ്മതം നൽകിയതും ഗോപു വേഗം ഓൺലൈനിൽ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തു. 3 പേരും റെഡിയായി ഇറങ്ങി. ഉച്ചയ്ക്ക് ശേഷമാണ് ഫിലിം. നമുക്കൊരു ഷോപ്പിങ്ങിനും പോകാം. വലിയൊരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ ഗോപുവും ദേവയും ഇറങ്ങി. ആദ്യം ടെക്സ്റ്റൈൽസിലാണ് പോയത്. ഗോപുവാണ് ദേവയ്ക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തത്. ചുരിദാറും പലാസയും ടീഷർട്ടും ഒക്കെ വാങ്ങിക്കൂട്ടി. മാലുവിന് അത്യാവശ്യമുള്ള സാരിയും ദേവയും ഗോപുവും ചേർന്ന് സെലക്ട് ചെയ്തു. കോസ്മെറ്റിക്സ് സെക്ഷനിൽ നിന്നും അത്യാവശ്യം കോസ്മെറ്റിക്സും വാങ്ങി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ 1 മണി അടുത്തു. നമുക്കിനി ഫുഡ് കഴിച്ച് ഫിലിമിന് കയറാം. ദേവയും ഗോപുവും മാലുവും കൂടി അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ചു. അമ്മ, നമുക്കൊരു ഐസ്ക്രീം കൂടെ കഴിക്കാം. ഐസ്ക്രീം പാർലറിനുള്ളിൽ ടേബിളിൽ അക്ഷമനായി ഇരിക്കുകയാണ് ഡെറിയും ഫ്രെഡിയും. ഡെറി, നിനക്ക് ആളെ അറിയാമോ? ഞാൻ ചെറിയ ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ വിളിക്കും. ദേവയും ഗോപുവും മാലുവും നേരെ ഐസ്ക്രീം പാർലറിലേക്ക് കയറി. നല്ല തിരക്കുണ്ട് ഗോപു, നമുക്ക് പോകാം. ശരിയാ ഗോപു, ദേവ പറയുന്നത്. നല്ല തിരക്ക്, നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം. ഇപ്പോൾ നമുക്ക് സിനിമയ്ക്ക് കയറാം. ഗോപു ആകെ ഒന്ന് കണ്ണുപിടിച്ചു. അമ്മ നോക്ക്, അവിടെ 3 സീറ്റ് ഒഴിവുണ്ട്. വാ, നമുക്ക് അവിടെ ഇരിക്കാം. 3 പേരും കോർണറിലുള്ള ഒരു സീറ്റിൽ പോയിരുന്നു. ഓർഡർ എടുക്കാൻ വന്ന ബംഗാളിയോട് 3 ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമിനും ഓർഡർ ചെയ്തു. ഫോൺ റിങ് ചെയ്തതും ഹലോ, നിങ്ങൾ എത്തിയോ? മറുപുറത്തു നിന്നുള്ള മറുപടി ഒരു മൂളിലായിരുന്നു. ഞങ്ങളിവിടെ 2nd ഫ്ലോറിൽ ഐസ്ക്രീം പാർലറിലുണ്ട്. ടേബിൾ 4 ആണ്. ബ്ലൂ ജീൻസും ബ്ലാക്ക് ടീഷർട്ടുമാണ് വേഷം. ഡെറിക്കിൻ്റെ ടേബിളിൽ ഏകദേശം 40 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ വന്നിരുന്നു. വേഗമാകട്ടെ, നമുക്ക് ചുറ്റും ആരുടെയൊക്കെയോ കണ്ണുകളുള്ളതുപോലെ. വന്നത് മുതൽ ഒരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു. വന്നയാൾ ധൃതി പിടിച്ചു. ബാഗിൽ നിന്നും ഒരു പാക്കറ്റ് ഡെറിക്കിന് നൽകി. ഫ്രെഡി വേഗം അത് വാങ്ങി ബാങ്കിൽ വെച്ച് മറ്റൊരു പൊതിയെടുത്ത് ആളിന് നേരെ നീട്ടി. ഡോണ്ട് മൂവ്. പെട്ടെന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ റിവോൾവറുമായി രുദ്രനും സിദ്ധാർത്ഥും. ഡെറിയും ഫ്രെഡിയും ഒരു നിമിഷം ഞെട്ടി. കൂടെ ഇരുന്ന മൂന്നാമൻ വായുവിലൊന്ന് കറക്കി രുദ്രനെയും സിദ്ധാർത്ഥിനെയും ആഞ്ഞു ചവിട്ടി. പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ തെറിച്ചു വീണ രുദ്രൻ്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. ചുറ്റുമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തിയോടെ ഓടാൻ തുടങ്ങി. തിരക്കിൽ മൂന്നാമൻ ഓടി രക്ഷപ്പെട്ടു. അവിടെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. പിന്നീട് രുദ്രൻ ഡെറിക്കിൻ്റെ ഇടത് കൈവിരൽ പിടിച്ച് വലിച്ച് അവൻ്റെ മുഖത്തേക്ക് കൈവീശി അടിച്ചു. അടികൊണ്ട് വീണ ഡെറിക്കിനെ വലിച്ചു തൂക്കിയെടുത്ത് വയറിലിടിച്ചു. ഡെറി ചാടി എഴുന്നേറ്റ് രുദ്രൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. രുദ്രൻ പിന്നോക്കം മറിഞ്ഞുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് ശക്തിയായി തലകൊണ്ട് ഡെറിയുടെ വയറിലിടിച്ചു. ഡെറി തെറിച്ചു വീണു. ഫ്രെഡി സിദ്ധുവിൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ നിന്നും പൂട്ടിട്ട് പിടിച്ചു. സിദ്ധുവിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. രുദ്രൻ വേഗം സിദ്ധുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. ആ ഒരു ഗ്യാപ്പിൽ ഡെറി രുദ്രൻ്റെ തോക്ക് കൈവശപ്പെടുത്തി. ഡെറിക് രുദ്രൻ്റെ തോക്ക് കൈവശപ്പെടുത്തി. 4 പാടും ചിതറി ഓടുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കയ്യെത്തിപ്പിടിച്ച് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി. രുദ്രപ്രതാപ് വർമ്മ, ഡെറിക് അലറി. നിങ്ങൾ അവനെ വിട്ടില്ലെങ്കിൽ ഞാൻ ഈ പെൺകുട്ടിയെ ചുട്ടു തള്ളും. രുദ്രൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് പ്രിയ. ദേവയുടെ ഭീതിയാർന്ന മുഖവും പിടയ്ക്കുന്ന കണ്ണുകളും കണ്ട രുദ്രൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും തെറ്റി. മാലിനിയും ഗോപുവും തങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാതെ നിന്നു. ഐസ്ക്രീം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബഹളം കേട്ട് അവിടെ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ ദേവയെ ആരോ പിടിച്ചു പിന്നിലേക്ക് വലിച്ചു. ലീവ് ഹിം. ഡെറിക് സിദ്ധുവിനെ നോക്കി അലറി. സിദ്ധുവിൻ്റെ കൈ ഫ്രെഡിയിൽ നിന്നും അയഞ്ഞു. ഇടത് കൈകൊണ്ട് ദേവയുടെ കഴുത്തിൽ ചേർത്ത് പിടിച്ച് വലത് കൈയിൽ തോക്കുമായി ഡെറിക് പുറത്തേക്ക് ഇറങ്ങി. മധുവിൻ്റെ തോക്ക് ഇതിനോടകം നഷ്ടപ്പെട്ടിരുന്നു. രുദ്രനും സിദ്ധുവും ഡെറിക്കിന് പിന്നാലെ നീങ്ങി. നോ, എൻ്റെ പിന്നിൽ വരരുത്. വന്നാൽ ഇവളെ ഞാൻ. രുദ്ര, വേണ്ട വേണ്ട. ദേവ. രുദ്രനും സിദ്ധുവും ഒരു നിമിഷം നിന്നു. ഡെറിക്കും ഫ്രെഡിയും അതിവേഗം മുന്നോട്ട് നീങ്ങി. രുദ്രനും സിദ്ധുവും ഡെറിക്കിന് പിന്നാലെ പതിയെ പിന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഡെറിക് ദേവയെ അടുത്ത് കണ്ട ഗ്ലാസ് ഡോറിലേക്ക് വലിച്ചെറിഞ്ഞു ഓടി രക്ഷപ്പെട്ടു. ശക്തമായ വീഴ്ചയിൽ ഗ്ലാസ് പൊട്ടി ദേവയുടെ മുഖത്തും കൈകളിലും തുളച്ചു കയറി.
വീഴ്ചയിൽ അടുത്തുള്ള ടേബിളിലിടിച്ച് നെറ്റിയിൽ ആഴത്തിലൊരു മുറിവും. കണ്ണുകൾ അടയുമ്പോൾ നെറ്റിയിലൂടെ രക്തമൊലിച്ചിറങ്ങുന്നതും തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന രുദ്രനെയും ദേവ ഒരു നിമിഷം കണ്ടു. അലർച്ചയായിരുന്നു രുദ്രൻ. രുദ്രൻ ഓടിയെത്തുമ്പോഴേക്കും ദേവയുടെ ബോധം പൂർണ്ണമായും മറഞ്ഞിരുന്നു. മാലിനിയും ഗോപുവും സിദ്ധുവും ഓടി രുദ്രൻ്റെ അടുത്തെത്തി. മോളെ ദേവ, മാലു അലറിക്കരഞ്ഞു. അമ്മ ഒന്നുമില്ല. ഏട്ടാ ദേവ, ഗോപുവിനും കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ട്. ഒന്നുമില്ലടാ, ഒന്നുമില്ല. സിദ്ധു വേഗം വണ്ടിയെടുത്തു. രുദ്രൻ ദേവയെ കൈകളിൽ കോരിയെടുത്ത് ഓടുകയായിരുന്നു. വണ്ടി മെഡിസിറ്റി ഹോസ്പിറ്റലിലെത്തി. ദേവയെ ICUയിലേക്ക് മാറ്റി. രുദ്രൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തു. സിദ്ധു, നീ ഇവിടെ കാണണം. രുദ്ര, നീ ഇപ്പോൾ ഇവിടെ വേണം. എനിക്ക് അവനെ ഇന്ന് തന്നെ കിട്ടണം സിദ്ധു. എൻ്റെ പെണ്ണിനെ കൈവച്ചിട്ട് രുദ്രൻ പല്ല് കടിച്ചു. മീശ പിരിച്ച് കയ്യിലെ ഇടിവള ഒന്നുകൂടി മുറുക്കിയിട്ടു. ഞാൻ കൂടി വരാമെടാ. നീ ഒറ്റയ്ക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. രുദ്രൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ സിദ്ധു പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. ഫോൺ റിങ്ങായി. സാർ, പറ മാധവേട്ട, എന്തായി കാര്യം? ആ ഫ്രെഡിയും ഡെറിക്കും നമ്മുടെ കുമരകത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഗോഡൗൺ അവിടെയുണ്ട് സാർ. അവന്മാർ മാത്രമല്ല, കൂട്ടത്തിൽ കുറച്ച് ഗുണ്ടകളെയും കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാധവേട്ടൻ എന്തായാലും ഫോൺ വെച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ദേവിക്ക് നെറ്റിയിലെ മുറിവിൽ സ്റ്റിച്ചിട്ടു. മുഖത്തും കയ്യിലും പറ്റിയ ചില്ല് കഷ്ണങ്ങൾ മാറ്റി. വീഴ്ചയിൽ ഇടത് കൈക്ക് ചെറിയ പരിക്കും പൊട്ടലുമൊക്കെയുണ്ട്. അത് പ്ലാസ്റ്റർ ചെയ്തു. തലയിലെ മുറിവ് ആഴത്തിലുള്ളതാണ്. സ്കാൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. നന്നായി പേടിച്ചത് കാരണം BP ഡൗണായി. ഒരു ദിവസം ഒബ്സർവേഷനിലിരിക്കട്ടെ. ഇന്ന് മുഴുവനും ICUവിൽ കിടന്ന് അതിനുശേഷം നാളെ റൂമിലേക്ക് മാറ്റാം. മാലുവും ഗോപുവിനും മറ്റൊരു റൂമെടുത്ത് അവിടെയാക്കി. ഡോക്ടറോട് പെർമിഷൻ വാങ്ങി രുദ്രൻ ദേവിയെ ICUവിൽ കയറി കണ്ടു. നെറ്റിയിലെ വലിയ കെട്ടും കയ്യിലെ പ്ലാസ്റ്ററും മുഖത്തും ശരീരത്തിലും അവിടെയുള്ള മുറിവുകളും കാണി അവൻ്റെ നെഞ്ചു പിടഞ്ഞു. സോറി മോളെ. രുദ്രൻ ദേവയുടെ നെറ്റിയിൽ പതിയെ തലോടി നെറുകയിൽ ചുംബിച്ചു. കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ദേവയുടെ നെറ്റിയിലേക്ക് പതിച്ചു. രുദ്രൻ ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മാലുവിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ മഹിയും ഹോസ്പിറ്റലിലെത്തിയിരുന്നു. ICUവിൽ നിന്ന് പുറത്തേക്ക് വന്ന രുദ്രൻ, അച്ഛൻ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നതേ ഉള്ളൂ. ദേവമോക്ക് തലയിലെ മുറിവ് ആഴത്തിലുള്ളതായതിനാൽ സ്റ്റിച്ചിട്ടു. കൈക്ക് ഫ്രാക്ചറുണ്ട്. നന്നായി പേടിച്ച കാരണം BP ഡൗണാണ് അച്ഛാ. ഇന്നൊരു ദിവസം ICUവിൽ കിടത്തിയിട്ട് നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛനിവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാനും സിദ്ധുവും അത്യാവശ്യമായി ഒന്ന് പുറത്തു പോയിട്ട് വരാം, അച്ഛനോട് പറഞ്ഞു. രുദ്രൻ സ്റ്റേഷനിൽ വിളിച്ച് 2 കോൺസ്റ്റബിൾമാരെ മഫ്റ്റിയിൽ ഹോസ്പിറ്റലിൽ നിർത്തി. രുദ്രദേവ പ്രതാപവർമ്മ IPS. അവൻ എന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. ഈ ഡെറി അവൻ വിചാരിക്കുന്നതിന് മേലെയാണ്. ഡെറി കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തി. ഫ്രെഡി കയ്യിൽ വെളുത്തപ്പൊടി മൂക്ക് അതിൽ മുട്ടിച്ച് നാവ് കൊണ്ട് രുചിച്ചു. എങ്ങനെയുണ്ട് ഫ്രെഡി? ചരക്ക് കൊള്ളാമോ? പൊളി മച്ചാനെ, പൊളി. ഫ്രെഡി, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നമ്മളെ ആരോ ഒറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഓപ്പറേഷൻ രുദ്രൻ അറിയില്ല. കൂടെ നിന്ന് ചതിക്കുന്ന ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇന്ന് നമ്മൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എപ്പോഴും അത് ഉണ്ടായെന്ന് വരില്ല. ഇവിടെ അവന്മാർ കണ്ടുപിടിക്കില്ല. പുറത്ത് ഞാൻ പണിയറിയാവുന്ന 5 എണ്ണത്തിന് നിർത്തിയിട്ടുണ്ട്. അവന്മാരിവിടെ വന്നാൽ അത് അവന്മാർ നോക്കിക്കോളും. രുദ്രൻ്റെ ജിപ്സി ഹൈവേ ലക്ഷ്യമാക്കി നീങ്ങി. വിചാരിച്ചതിനേക്കാൾ നേരത്തെ തന്നെ അവർ സ്ഥലത്തെത്തി. അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് SI അറിയിച്ചതിനാൽ SIയോടൊപ്പം 2-3 കോൺസ്റ്റബിൾമാരും കൂടി. രാത്രിയോടടുത്താണ് അവർ ഗോഡൗണിലെത്തിയത്. ഗുണ്ടകൾ ഓരോരുത്തരായി കുടിച്ചു ബോധം കെട്ട് ഉറക്കമായിരുന്നു. അത് കാര്യങ്ങൾ എളുപ്പത്തിലാക്കി. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് കൊടുത്ത് വിലങ്ങ് വെച്ച് ജീപ്പിനുള്ളിൽ കയറ്റി രുദ്രൻ. ഡെറിക്കിനെയും സിദ്ധു ഫ്രെഡിയെയും അത്യാവശ്യം കൈകാര്യം ചെയ്താണ് വണ്ടിയിലേക്ക് കയറ്റിയത്. ഡെറി ഉണരുമ്പോൾ കൈയും കാലും ബന്ധിച്ച നിലയിലായിരുന്നു. ഒരു കസേരയിൽ രുദ്രൻ ഡെറിക്ക് ഓപ്പോസിറ്റായിരുന്നു. എന്താ മോനെ ഡെറി, നിന്റെ കെട്ട് വിട്ടോ? നീ എന്ത് കരുതി ഈ രുദ്രദേവ പ്രതാപവർമ്മയെക്കുറിച്ച്? എനിക്കിട്ട് പണിത് ഈസിയായി കടന്നു കളയാമെന്നോ? ഞാൻ നിന്റെ പുറകെ ഉള്ള കളി തുടങ്ങിയിട്ട് നാളേറെയായി. നീ ഇന്ന് എൻ്റെ പെണ്ണിനെ കൈവച്ചു. രുദ്രൻ്റെ കണ്ണുകൾ ചുവന്നു. ഇടിവിള ഒന്നുകൂടി മുറുകി. രുദ്രൻ ഡെറിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതും കസേരയുമായി ഡെറി പിന്നിലേക്ക് മറിഞ്ഞു. അവനെ എടുത്തുയർത്തിയിരുത്തി കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു. ഡെറിയുടെ ഇടത് കൈ പിന്നിലേക്ക് വളച്ചു പിടിച്ച് നെഞ്ചിലാഞ്ഞു തൊഴിച്ചു. വീണുകിടന്നവനെ അവിടെ ഇട്ട് ചവിട്ടി. രുദ്രൻ വേഗം ഓടി
അവനെ താറുമാറ അടിച്ചുകൊണ്ടേയിരുന്നു. സിദ്ധു വേഗം ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി. മതി രുദ്ര, ഇനി ഉപദ്രവിച്ചാൽ ഇവൻ ചത്തുപോവും. കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നീയൊക്കെ ലഹരിക്ക് അടിമയാക്കും അല്ലേടാ? പന്ന മക്കളെ, ഇനി നീ ഒന്നും പുറം ലോകം കാണില്ല. അതിനുള്ള വകുപ്പും കൂടി ചേർത്ത് നിന്നെയൊക്കെ ഞാൻ പൂട്ടും. രാവിലെ തന്നെ ഡെറിയുടെയും ഫ്രെഡിയുടെയും പേരിൽ കേസ് ഷീറ്റ് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കി. രുദ്രനും സിദ്ധുവും എല്ലാം വളരെ രഹസ്യമായാണ് പ്ലാൻ ചെയ്തത്. രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കരുതെന്ന് നിർബന്ധത്തിൽ പ്രതികളെ 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഉച്ചയോടുകൂടി ദേവയെ റൂമിലേക്ക് മാറ്റി. മാലുവും ഗോപുവും ദേവയെ കണ്ട നേരം മുതൽ കരച്ചിലാണ്. മഹി രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചു ഫ്രഷായി വരാൻ. ദേവയ്ക്കിടയ്ക്ക് ബോധം വരും, പിന്നെ വീണ്ടും മയക്കത്തിലാണ്. വൈകുന്നേരത്തോടു കൂടി മാലുവും ഗോപുവും വന്നു. പൊടിയരിക്കഞ്ഞിയും മഹിക്ക് ചപ്പാത്തിയും ദേവയ്ക്ക് മാറാൻ ഡ്രസ്സും ഒക്കെ കരുതി. ദേവയെ കണ്ട ഗോപുവിന് സങ്കടമായി. മുഖം ആകെ വീർത്തിരിക്കുന്നു. ചില്ലുകൊണ്ട് മുഖം മുറിഞ്ഞിട്ടുണ്ട്. ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. വേദന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം ചുളിക്കുന്നുണ്ട്. മോളെ ദേവാ. മഹി പതിയെ അവളുടെ കയ്യിൽ തലോടി. നീര് വീർത്ത കൺപോളകൾ വലിച്ചു തുറന്നു അവൾ. ചെന്നിയിലൂടെയും കണ്ണുനീരൊഴുകി. കരയല്ലേ, ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട്. മാലുവും ഗോപുവും ദേവയുടെ അടുത്തേക്ക് വന്നു. അവർക്കായി ദേവ മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു. കണ്ണുകൾ ചുറ്റും പരതി. പ്രതീക്ഷിച്ച ആളെ കാണാതെ ആ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അമ്മയുടെ കുട്ടി കരയല്ലേ, അവൻ ഇപ്പോൾ വരും. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാലു അവളെ ആശ്വസിപ്പിച്ചു.